ബഹുമാന്യനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവേട്ടൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരും ആയിട്ടുള്ള ശ്രീ വി മുരളീധരൻ, ശ്രീ പി കെ കൃഷ്ണദാസേട്ടൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രത്തിലെ അതിനിർണായകമായിട്ടുള്ള ഒരു സുദിനമാണ് കേരളത്തിൻ്റെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച 4-ാം തീയതി. കഴിഞ്ഞ 70 വർഷക്കാലമായി കേരളത്തിൽ ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ദിവ്യമാർന്ന പതാക ഉയർത്തിപ്പിടിക്കാനായി ജീവത്യാഗം ചെയ്ത നമ്മുടെ വീരരായിട്ടുള്ള ബലിദാനികൾ സ്വപ്നം കണ്ട ആ മഹത്തായ ദിശയിലേക്കുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുപോക്കിന് ശക്തി പകർന്ന സുദിനമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന 4-ാം തീയതി. അതുകൊണ്ട് തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ നിയുക്ത MLA-മാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നം താമര ചിഹ്നത്തിൽ കേരളത്തിൽ വിജയിച്ച നിയുക്ത MLA-മാർ, ആ MLA-മാരെ സംസ്ഥാന ഓഫീസിലേക്ക് ആദ്യമായിട്ട് സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണിത്. ഈ ചടങ്ങിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ MLA-മാർ കേരളത്തിലെ ബലിദാനികളുടെ സ്മരണയ്ക്ക് ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ നൽകിയ ഒരു ആശ്രുപുഷ്പങ്ങളൊക്കെ സമർപ്പിക്കപ്പെടുകയാണ്. ഈ നാട്ടിൽ നമുക്കറിയാം, കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ച്, എന്നാൽ ഒരു പക്ഷമായിട്ട് അവർ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇടതിനും വലതിനും ബദലായി നേരിൻ്റെ പാതയിൽ താമരയാങ്കിത ഹരിതകാവ്യ പതാകയ്ക്ക് 3 MLA-മാരെ സംഭാവന ചെയ്യാൻ പ്രബുദ്ധ കേരളം തയ്യാറായിരിക്കുന്നത്. ഈ 3 MLA-മാർ കേവലം 3 അല്ല, ഈ നാട്ടിൽ 30 MLA-മാർക്ക് സമാനരായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 3 പേരെയാണ് കേരളം താമര ചിഹ്നത്തിൽ വിജയിപ്പിച്ചിരിക്കുന്നത്. ഒരാൾ 18 വർഷക്കാലം MP ആയിരുന്ന വ്യക്തിയാണ്, BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ്, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. മറ്റൊരാൾ കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ട് ദേശീയ തലത്തിൽ വിവിധങ്ങളായിട്ട് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുകയും വിവിധങ്ങളായിട്ടുള്ള ചുമതലകൾ ഏറ്റുവാങ്ങുകയും 6 വർഷക്കാലം ഇന്ത്യയുടെ രാജ്യസഭയിൽ അംഗമായിരിക്കുകയും ഇന്ത്യയുടെ പാർലമെന്ററി കാര്യ വകുപ്പ് സഹമന്ത്രിയായിട്ടിരിക്കുകയും ഒക്കെ ചെയ്ത ശ്രീ വി മുരളീധരനാണ് മറ്റൊരു MLA ആയിട്ട് കേരള അസംബ്ലിയിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ മൂന്നാമൻ ഒരു സാധാരണ പ്രവർത്തകനായിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന് സ്വന്തം നാട്ടിൽ ജനങ്ങളോടൊപ്പം ഒരു സേവകനായിട്ട് പ്രവർത്തിച്ച് ഏകദേശം 2 ദശാബ്ദക്കാലം ജനങ്ങളുടെ വിശ്വാസമാർജിച്ച് അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയായി ഏതൊരു സാധാരണ പ്രവർത്തകനും താമര ചിഹ്നത്തിൽ ഒരു MLA ആകാമെന്ന് തെളിയിച്ച വ്യക്തിത്വമാണ് ശ്രീ BB ഗോപകുമാർ. ഈ 3 വ്യക്തിത്വങ്ങൾ കേരളത്തിൻ്റെ അസംബ്ലിയിലേക്ക് എത്തുക എന്നത് ഈ കേരളം ആഗ്രഹിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഒരു മുഹൂർത്തമായിട്ടാണ് കേരളം കാണുന്നത്. കേരളത്തിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാത്തവർ പോലും ആഗ്രഹിക്കുന്നു BJP-യുടെ കരുത്തരായിട്ടുള്ള ജനപ്രതിനിധികൾ അസംബ്ലിക്കുള്ളിൽ ഉണ്ടാകണമെന്ന്. അങ്ങനെ താമര ചിഹ്നത്തിൽ ജയിച്ചവരുടെ മാത്രം ആഗ്രഹത്തിൻ്റെ സഫലീകരണമല്ല നമ്മുടെ ഈ 3 ജനപ്രതിനിധികൾ. കേരളം മാറണം, കേരളത്തെ മാറ്റണം, കേരളം വികസിത കേരളമാകണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഭദ്രമാകണം എന്നാഗ്രഹിക്കുന്ന സർവ്വ കേരളീയരുടെയും പ്രതിനിധികളാണ് താമര ചിഹ്നത്തിൽ ജയിച്ച നമ്മുടെ ഈ 3 നേതാക്കന്മാർ എന്ന് വളരെ അഭിമാനത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിൽ ഒട്ടനവധി പരിഷ്കരണങ്ങൾ, ഒട്ടനവധി മുന്നോട്ടുള്ള പോക്കിന് ശക്തി പകരാൻ ഇവരുടെ സാന്നിധ്യം സാധിക്കുമെന്ന് നമുക്കെല്ലാവർക്കും ശുഭകരമായിട്ടുള്ള പ്രതീക്ഷകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കഠിനമായിട്ട് പരിശ്രമിക്കുകയാണ്. അധികാര സ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടി അവരോധിക്കുന്ന ആ സുദിനത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മളേവരും നടത്തിയത്. 2024 നമുക്ക് 20% വോട്ട് നേടിക്കൊണ്ട് ആദ്യത്തെ MP-യെ കേരളത്തിൽ നിന്ന് താമര ചിഹ്നത്തിൽ വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആ ദൗത്യത്തിൽ നമ്മൾ വലിയൊരു കുതിപ്പ് നടത്തുവാൻ സാധിച്ചു. 2024 നിന്ന് 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ നമുക്ക് ഒരു മുദ്രാവാക്യം നമ്മുടെ മുമ്പിൽ വന്നു. കഴിഞ്ഞ മാർച്ച് 24-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതല ഏറ്റെടുത്ത ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്ന നിമിഷം മുഴക്കിയ ഒരു മുദ്രാവാക്യമുണ്ട്, മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം.
അതോടൊപ്പം തന്നെ വികസിത കേരളം എന്ന മുദ്രാവാക്യം. ഇന്ന് ഈ കേരളത്തിലെ ഓരോ കൊച്ചുകുട്ടിയും പറയുകയാണ് മാറാത്തത് ഇനി മാറും എന്ന്. കൊച്ചുകുട്ടികൾ പോലും ഏറ്റുപാടുന്ന രീതിയിൽ ആ മുദ്രാവാക്യം കേരളത്തിന്റെ മുദ്രാവാക്യമായിട്ട് മാറി. വികസിത കേരളം എന്നുള്ള സ്വപ്നം ഇന്ന് എല്ലാവരുടെയും സ്വപ്നമായിട്ട് മാറി. ഈ കേരളത്തിലെ ഏറ്റവും മതേതര മുദ്രാവാക്യം ഏതെന്ന് ചോദിച്ചാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരും ശ്രീ നരേന്ദ്രമോദിയും ഈ രാജ്യത്തും കേരളത്തിലും ഉയർത്തുന്ന വികസിത കേരളം എന്ന മുദ്രാവാക്യമാണ് എന്ന് സർവരും സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ ഉയർത്തിയ വികസിത കേരളത്തിന്റെ പിന്നണിയിൽ അണിചേരാൻ ഈ കേരളം 10 വർഷം ഭരിച്ച പിണറായി വിജയൻ നിർബന്ധിതനായി. നമ്മൾ ഉയർത്തിയ വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിന്റെ പിന്നണിയിൽ അണിചേരാൻ വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ നിർബന്ധിതമാക്കി. അതുകൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേറ്റീവിനനുസരിച്ച്, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യത്തിനനുസരിച്ച്, ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രീകൃതമായിട്ടുള്ള NDA കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഈ കേരളത്തിലെ 16ാം അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ നമ്മളുടെ ഓരോരുത്തരുടെയും പരിശ്രമം കൊണ്ടും നമ്മൾ ഈ കേരളത്തിൽ ഉയർത്തിയ ജനകീയമായ മുദ്രാവാക്യങ്ങൾ കൊണ്ടും സാധ്യതമായി. ആ സാഹചര്യങ്ങളാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള കരുത്ത് പകർന്നത്. ഈ പ്രസ്ഥാനം വിജയിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയിലൂടെയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഈ പ്രസ്ഥാനത്തിന് അധികാര സ്ഥാനങ്ങളൊന്നുമില്ലാതിരുന്ന സമയത്ത് ഈ പ്രസ്ഥാനത്തിന്റെ പതാകവാഹകരാവുകയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമെന്ന് ആഗ്രഹിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച ലക്ഷോപലക്ഷം വരുന്ന നമ്മുടെ പൂർവികരായിട്ടുള്ള പ്രവർത്തകരുടെ സ്വപ്ന സഫലീകരണം. അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ചുമതലകളിലൊന്നുമില്ലാതെ ബൂത്തുകളിൽ പ്രവർത്തിക്കാൻ പറയുമ്പോൾ ബൂത്തുകളിലേക്ക്, വീടുകളിലേക്ക് പോകാൻ പറയുമ്പോൾ വീടുകളിലേക്ക്, പോസ്റ്റ് ഒട്ടിക്കാൻ പറയുമ്പോൾ പോസ്റ്റ് ഒട്ടിക്കാൻ, അങ്ങനെ സർവ്വതിനും സജ്ജമായി ദൈവതുല്യരായിട്ട് പ്രവർത്തിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കഠിനമായിട്ട് പ്രവർത്തിച്ച പ്രവർത്തകരുടെ ആ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ പരിസമാപ്തിയാണ് 1ാം ഘട്ടത്തിൽ നമ്മൾ നേടിയിരിക്കുന്ന ഈ 3 ജനപ്രതിനിധികളെന്ന് അഭിമാനത്തോട് പറയുകയാണ്. നമ്മളുടെ ഈ മുന്നേറ്റം ഇവിടെ അവസാനിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു MLA നമ്മൾ സൃഷ്ടിച്ചു, ഒരു MP സൃഷ്ടിച്ചു 2024-ൽ. അതുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള ഗതി അവിടെ തീരുന്നില്ല. അതിനുശേഷം നമ്മൾ ഒരു മേയറെയും 2 മുനിസിപ്പൽ ചെയർമാൻമാരെയും അതോടൊപ്പം തന്നെ നിരവധി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയും നമ്മൾ സൃഷ്ടിച്ചു. നമ്മൾ വീണ്ടും നമ്മുടെ ആ പ്രയാണം മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതാ 3 MLA-മാരെ സൃഷ്ടിച്ചു. ഇവിടെയും തീരുന്നില്ല നമ്മുടെ പ്രയാണം. നമ്മുടെ ഈ വികസിത കേരളം എന്നുള്ള സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രയാണത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാകുക എന്നാണോ എന്ന് ചോദിച്ചാൽ, താമര ചിഹ്നത്തിൽ ജയിക്കുന്ന ഒരാൾ കേരള മുഖ്യമന്ത്രിയാകുന്നത് വരെ മുന്നോട്ട് പോകുന്ന ഒരു ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ ആദ്യത്തെ പടിയാണ് നമ്മൾ കടന്നിരിക്കുന്നതിന്റെ സഹപ്രവർത്തകരെ. ഈ മുന്നേറ്റത്തിന് ശക്തി പകരാൻ കൂടുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട്, ഈ കേരളത്തിന് ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ തന്നെ നമ്മളോട് പറഞ്ഞു, ഈ കേരളത്തിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് സമാനതകളില്ലാത്ത ഐക്യത്തിന്റെയും അതോടൊപ്പം തന്നെ ഒരുമിച്ചു ചേരലിന്റെയും അതോടൊപ്പം തന്നെ പ്രൊഫഷണലിസത്തിന്റെയും ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ആ പ്രൊഫഷണലിസവും ആ ഒരുമിച്ചു ചേരലും ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി മുഴുവൻ പ്രവർത്തകരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചപ്പോഴും നമുക്ക് അസാധ്യമെന്ന് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സാധ്യമാക്കാൻ സാധിച്ചു. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ കഴിവ്. ആ പ്രസ്ഥാനത്തിന്റെ സഹപ്രവർത്തകരുടെ മുമ്പിൽ ഈ വിജയം സമർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയം മാരാർജി ഭവൻ, ഈ മാരാർജി ഭവൻ എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. ഈ KG മാരാർ എന്ന് പറയുന്ന നമ്മുടെ ആ മഹാമനുഷ്യൻ ഈ നാടിന്റെ ഓരോ ഗ്രാമാന്തരങ്ങളിലും ഇറങ്ങി നടന്ന് വിശന്ന് വലഞ്ഞ് ബസ്സിൽ കയറാൻ പൈസയില്ലാതെ ഒക്കെ കഷ്ടതയും യാതനയും ഒക്കെ സഹിച്ചാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയത്. അങ്ങനെ KG മാരാറും K രാമൻപിള്ളയും O രാജഗോപാലും ഉൾപ്പെടെയുള്ള അറിയുന്നതും അറിയപ്പെടാത്തവരുമായിട്ടുള്ള നിരവധി നേതാക്കന്മാരുടെ ശാന്തമായിട്ടുള്ള പരിശ്രമമാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ നേട്ടത്തിനും ആധാരശിലയായിട്ടുള്ളത്. ആ നേട്ടത്തിന്റെ മുഴുവൻ കാർമ്മികത്വം വഹിച്ച KG മാരാർ, അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ മാരാർജി ഭവൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം ഈ മാരാർജി ഭവന്റെ ഐശ്വര്യമാണ് ഇതാ കടന്നു വന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ, V മുരളീധരനും BV ഗോപകുമാറും എന്ന് പറയുന്ന നമ്മുടെ ജനപ്രതിനിധികൾ എന്നത് അഭിമാനത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇനി വരുന്ന കാലഘട്ടം ഭാരതീയ ജനതാ പാർട്ടിയുടേതാണ്. BJP നേതൃത്വം നൽകുന്ന BJPക്ക് വേണ്ടിയുള്ള ഒരു പുതിയ കേരളം, വികസിത കേരളം, അത് സാക്ഷാത്കരിക്കാൻ BJPയുടെ സാധിക്കുമെന്നുള്ള ഉജ്ജ്വലമായിട്ടുള്ള സന്ദേശവുമായിട്ട് ഇവിടേക്ക് കടന്നു വന്ന നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള നേതാക്കന്മാരെ
ഒരായിരം അഭിനന്ദനങ്ങളോടെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവേട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ B മുരളിയേട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ BB ഗോപകുമാറിനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശ്രീ PK കൃഷ്ണദാസ് ജി, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ഇപ്പോഴും അദ്ദേഹം പാർട്ടി നിയോഗിച്ച പ്രകാരം പ്രവർത്തിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചില്ല. ഈ പാർട്ടിയിൽ അംഗീകരിക്കപ്പെടുന്നവർ ജയിച്ചവരും അതോടൊപ്പം തന്നെ ജയിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തവരും ഈ പാർട്ടിയിൽ അംഗീകരിക്കപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ ജയിപ്പിക്കാൻ വേണ്ടി കഠിന പ്രവർത്തനം ചെയ്ത സഹപ്രവർത്തകരും ഈ പാർട്ടിയിൽ അംഗീകരിക്കപ്പെടുന്നവരാണ്. ശ്രീ PK കൃഷ്ണദാസ് ജിയെ ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീലേഖ IPS, പാർട്ടി ഏൽപ്പിച്ച ഓരോ ദൗത്യവും അഭിമാനത്തോടെ ഏറ്റെടുത്ത നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള നേതാവാണ് ശ്രീമതി ശ്രീലേഖ IPS. അവരോട് പാർട്ടി ആവശ്യപ്പെട്ടു, DGP ആയിട്ട് റിട്ടയർ ആയി വന്നതിന് ശേഷം പാർട്ടി ശ്രീലേഖ മേഡത്തിനോട് ആവശ്യപ്പെട്ടു കൗൺസിലറേക്ക് ഒരു വാർഡിലേക്ക് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് ആ ധീരയായ വനിത പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ പാർട്ടി അംഗമാണ്, പാർട്ടി പറയുന്ന എന്തും ചെയ്യാൻ ഞാൻ പ്രതിജ്ഞാബദ്ധയാണ്, ഞാൻ അതുകൊണ്ട് വാർഡിൽ മത്സരിക്കാമെന്ന് പറഞ്ഞ് വാർഡിൽ മത്സരിച്ചു. ശാസ്തമംഗലത്തെ ജനത അവരെ തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ അതിനുശേഷം അസംബ്ലിയിൽ മത്സരിക്കാൻ പറഞ്ഞു. ആ മഹതിയായിട്ടുള്ള വനിത അതിനും തയ്യാറായി. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കാൻ, ത്യാഗപൂർണമായിട്ട് പരിശ്രമിക്കാൻ എപ്പോഴും സന്മനസ് കാണിച്ചിട്ടുള്ള ആ മഹതിക്ക് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ AN രാധാകൃഷ്ണൻ, NDAയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ 24 മണിക്കൂറും സജീവമായി നമ്മുടെ സംഘടന ഘടക കക്ഷികളുടെ കോർഡിനേഷൻ ഭംഗിയായിട്ട് നിർവഹിച്ച ശ്രീ AN രാധാകൃഷ്ണൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ MD രമേശ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ശ്രീ MD രമേശ് അവർകളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശ്രീ അനൂപ് ആന്റണി, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ദുഃഖമാണ് അനൂപ് ആന്റണി കേരളത്തിന്റെ അസംബ്ലിയിലേക്ക് എത്തിയില്ല എന്നുള്ളത്. നമ്മുടെ മാത്രമല്ല, സാക്ഷാൽ നരേന്ദ്രമോദിയുടെയും ദുഃഖമാണ്. പക്ഷേ അനൂപ് ആന്റണിക്ക് ഇനിയും ഏറെ അവസരങ്ങൾ കാത്തിരിക്കുന്നു. ശ്രീ അനൂപ് ആന്റണി നമ്മുടെ വേദിയിലുണ്ട്. അനൂപ് ആന്റണിയെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാർ, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, പാർട്ടിയുടെ തിരുവനന്തപുരം നഗരത്തിൽ 2 MLA-മാരെ സൃഷ്ടിക്കുന്നതിന് നേതൃത്വം നൽകിയ, തിരുവനന്തപുരത്ത് മേയറെ സൃഷ്ടിക്കുന്നതിന് നേതൃത്വം നൽകിയ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ അവർകൾ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിരുന്നു. ഓരോ നിമിഷവും നമ്മൾ ഉദ്യോഗജനകമായിരുന്ന നിമിഷങ്ങളായിരുന്നു. ശ്രീ കരമന ജയൻ ജയിക്കുമെന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കൊല്ലം ജില്ലാ പ്രസിഡന്റ്, ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിന്റെ ഇൻചാർജ് ആയിരുന്ന കൊല്ലത്തെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് അവർകൾ ഇവിടെയുണ്ട്. പ്രശാന്തിനെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. പാർട്ടിയുടെ മറ്റ് സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും, ശ്രീ JR പത്മകുമാർജി, ഇലക്ഷൻ ഓഫീസിന്റെയും അതോടൊപ്പം തന്നെ ഇലക്ഷൻ മാനേജ്മെന്റിന്റെയും ലീഗൽ ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ രാപകൽ വ്യത്യാസമില്ലാതെ കഠിനമായിട്ട് പരിശ്രമിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി JR പത്മകുമാർ അവർകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട്, സമയത്തിന്റെ കുറവ് കാരണം ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, എല്ലാം നമ്മുടെ നേതാക്കന്മാരും സഹപ്രവർത്തകരുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകം മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും എന്ത് ചുമതലയുണ്ടെങ്കിലും നമ്മളെല്ലാവരും പ്രവർത്തകരാണ് ശാശ്വതമായിട്ടുള്ള ചുമതല. എല്ലാ പ്രവർത്തകരെയും ഞാൻ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഭാരത് മാതാ. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.